അനിൽ ആന്റണിയെ ആരറിയും? പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച PC ജോർജ്. ശ്രമകരമെന്ന് മാത്രമല്ല, വലിയ ടഫ്. കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക്. അതാണ് അങ്ങനെ വലിയൊരു നഷ്ടബോധമുണ്ട്. കാരണം അത് എന്താന്ന് വെച്ചാൽ ആളെ അറിയില്ലല്ലോ, കേരളമായിട്ട് ബന്ധമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, AK ആന്റണിയുടെ മകൻ. പക്ഷെ AK ആന്റണി കോൺഗ്രസ് ആണ്. AK ആന്റണിയുടെ പിന്തുണയില്ലാത്ത, അപ്പന്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. AK ആന്റണി പരസ്യമായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. അതാണ് ഒരു നില. പത്തനംതിട്ടയിലെ ലോക്സഭാ മണ്ഡലത്തിൽ മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് BJP കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് അതൃപ്തി രേഖപ്പെടുത്തി PC ജോർജ് രംഗത്തെത്തിയത്. അനിൽ ആന്റണിയെ ആരും അറിയില്ലെന്നും ഇത് BJPയുടെ വിജയസാധ്യത കുറയ്ക്കുമെന്നും PC ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും SNDP യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശനും പത്തനംതിട്ടയിൽ തന്റെ മത്സര സാധ്യത ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തി. ബിഷപ്പുമാരുടെയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും പിന്തുണ ലഭിച്ചതിനാൽ പത്തനംതിട്ടയിൽ തനിക്ക് മികച്ച വിജയം ലഭിക്കുമായിരുന്നുവെന്നും PC അവകാശപ്പെട്ടു. പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ NDAയുടെ നേതാക്കന്മാര്, SNDPയുടെ ഉൾപ്പെടെ നേതാക്കന്മാർ PCയുടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, അവർ BJP നേതൃത്വത്തെ അത് അറിയിക്കുകയും PCയോടായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. BJPയുടെ പല നേതാക്കൾ അവര് കണക്കെടുക്കും. BJPയുടെ ഇങ്ങനെ വിളിച്ച് വിവരമെടുത്തപ്പോൾ ഏറ്റവും പ്രമുഖയായ ഒരു നേതാവ് പത്തനംതിട്ടയുള്ള ആള്, ഒന്നാമത്തെ ഒരു PC പറയും, രണ്ടാമത്തെ ആള് PC പറയും, മൂന്നാമത്തെ അത് PC പറയും. അങ്ങനെ പറഞ്ഞ BJPയുടെ RSന്റെ നേതാക്കന്മാരോട് അവരാണ് കൂടുതൽ. അവരങ്ങനെ കൊടുത്ത പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് PCയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ പ്രചരണമുണ്ടായി. ഞാനും അത് അവരെ എങ്ങനെ പറയപ്പോൾ എന്റെ മനസ്സിലൊരു ആയാൽ എന്താ എന്നൊരു തോന്നലുണ്ടായി. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായ ചില നീക്കങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഇവിടുത്തെ പെന്റിക്കോസ്റ്റ് വിഭാഗങ്ങൾ, അവിടുത്തെ ഓർത്തഡോക്സ് വിഭാഗം, അവിടുത്തെ CSI, അങ്ങനെയുള്ള എല്ലാവരുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടാനിടയായി. NSS, എനിക്ക് ഏറ്റവും നന്ദിയുള്ള NSSന്റെ മാഡം നമ്മുടെ മണിച്ചേട്ടൻ. അപ്പൊ പത്തനംതിട്ട സ്ഥാനാർത്ഥിയോട് പറയുന്നത് ഏറ്റവും ആഗ്രഹിച്ചത് നമ്മളെ പിണറായി വിജയൻ, വെള്ളാപ്പള്ളി നടേശൻ, പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ മകന്റെ തുഷാർ വെള്ളാപ്പള്ളി, അങ്ങനെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഞാൻ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു. എനിക്കറിയാം, അവർ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞു. ഈ അടുത്തിടെയാണ് ജനപക്ഷം സർക്കുലർ നേതാവും 7 വട്ടം MLAയുമായ PC ജോർജും അനിൽ K ആന്റണിയും BJPയിൽ ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.